എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഞാനും അഭിനയിച്ചിട്ട് ഒരുങ്ങി നിൽക്കുന്നത് ഒരു സ്ഥലം വരെ പോവാണ്. ലിതിമോളുടെ ആവശ്യത്തിന് ബാങ്കി വരെ പോകണം. ലിതിയോട് ഫുൾ റെസ്റ്റ് പറഞ്ഞേക്കാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മുടെ ലിതിമോള് പ്രഗ്നന്റ് ആണ്. ഇപ്പൊ 5ാമത്തെ മാസമാണ്. അപ്പൊ ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മള് ലിതിമോളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഒരു ലെറ്ററൊക്കെ എഴുതി തന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇതവിടെ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ അതുപോലെ ഇവൻ വന്നിട്ട് എവിടെയും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവൻ്റെ ഒരു ഷർട്ട് മാറാണ്ട് അത് മാറണം. അത് കുറച്ച് ടൈറ്റാണ്. അതൊക്കെ മാറിയിട്ട് നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ പോകും. അതൊക്കെ കാണിച്ചു തരാം പറ്റുവാണെങ്കിൽ. കാരണം ഞാൻ നേരത്തെ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അത് അവനൊരു വിഷമാവില്ലേ. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഞാൻ ഈ പറഞ്ഞ സ്ഥലം വൈപ്പിൻ എന്തോ ആണ്. വൈപ്പിന്നല്ലേ? വൈപ്പിൻ ഫുൾ എന്താ വൈപ്പിൻ വളപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതിൻ്റെ ഒരു ഫിനാൻസ് ആണ് അവിടെ പോകുന്നത്. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഇതൊക്കെയല്ലേ ഒരു എക്സ്പീരിയൻസ്. കുട എടുക്കണേ ഏടാ, കുട ചോദിക്കണേ. അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ. ഇതുപോലെ ആകെ ക്ഷീണിച്ച് ആകെ റെസ്റ്റിലാണ്. അതെ, അത് കുഴപ്പമില്ല. ആദ്യനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ആദ്യം വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആദ്യനെ കൊണ്ടുപോകുന്നില്ല. ആദ്യം വരുന്നില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ കേട്ടോ. ഞങ്ങൾ പോകാൻ ഇറങ്ങിയേ. അവരുണ്ട്, അവിടെ ഉണ്ട്. അയ്യോ, ഭയങ്കര വെയിൽ കേട്ടോ. ഇവൻ ഇങ്ങനെ കാണിക്കുന്നല്ലോടാ ക്യാമറ. അയ്യോ, പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വെയിൽ കാരണം ഞങ്ങൾക്ക് ശരിക്കും കണ്ണ് കാണത്തില്ല കേട്ടോ. ആ മാതിരിയുള്ള വെയിലും പൊടിയും ഭയങ്കര. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാട്ടോ. അങ്ങനെ എബനേസർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പുറത്തേക്കൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കാണുകയാണ്. കപ്പലൊക്കെ കാണുമ്പോൾ അവന് പ്രത്യേക സന്തോഷമാണ്. അത് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെവിടെ എത്തി എന്നൊക്കെ. അപ്പോൾ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മഹാരാജാസ് കോളേജൊക്കെ ഇല്ലേ, അവിടുത്തെ ആ സ്റ്റോപ്പിൽ വണ്ടി നിർത്തി ശേഷം നമ്മൾ സുഭാഷ് പാർക്കൊക്കെ കണ്ടു. അവിടെയൊക്കെ കയറണം, കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ പറ്റില്ല. ഇനി വരുന്ന വെക്കേഷനിൽ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും അത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഇറങ്ങേണ്ടത് ഹൈക്കോർട്ടിലാണ്. ഹൈക്കോർട്ടിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഒറ്റ ബസ് കിട്ടാൻ പാടാണ് കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ട് ഹൈക്കോർട്ടിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് വന്ന് ഇറങ്ങി. എന്നിട്ട് പറവൂര് ബസ് കയറാനായിട്ട് നടക്കും. നല്ല വെയിൽ. കുടയുണ്ടല്ലോ അല്ലേ, നല്ല വെയിലാണ് കേട്ടോ. ഉറക്കത്തിലായിരുന്ന എന്നെ തട്ടി എണീപ്പിച്ചിട്ട് ഈ കാണുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അകലേന്ന് വരുന്ന ബോട്ടും സൈഡിലൊക്കെ നിർത്തിയിട്ടേക്കുന്ന ബോട്ടുകളും വീടുകളും, അതുപോലെ സൈഡിലൊരു അത്യാവശ്യം വലിയൊരു ബോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അത്. പിന്നെ നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഹാർബർ കണ്ടേ. ഇതേത് ഹാർബറാണെന്ന് എനിക്കറിയില്ല. അവനത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, എടാ അവിടെ വില കുറഞ്ഞ് മീൻ കിട്ടും, അവിടെയാണ് ഫിഷൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവരുന്നതും അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഹാർബർ ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിത് കവിതയിലാട്ടോ പോകണ്ടേ, ആ ഗോൾഡ് വെക്കുന്നിടത്ത്. ബാ, എന്നെപ്പോലെയൊക്കെ നാട്ടിൻപുറത്തു നിന്നൊക്കെ ആദ്യമായിട്ട് സിറ്റിയിലേക്ക് വരുന്നവരുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് വളരെ വലിയ ബിൽഡിങ്ങുകൾ. ഇതൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര അത്ഭുതവും ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അത്രയധികം ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ ഈ
കുഞ്ഞു കുഞ്ഞു ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും കേട്ടോ. ഹൈക്കോടതിൻ്റെ അവിടെ വന്ന് ഇറങ്ങി ഇനി നമുക്ക് മേനക വരെ പോയിട്ട് ഇതിൻ്റെ ഷർട്ട് മാറാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാം കേട്ടോ. വെയിലാണേ. അപ്പോൾ ഞാനും ഇവനും കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് വന്ന് ഇറങ്ങി ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് അടുത്ത മേനക ബസ് കിട്ടും കേട്ടോ. അതിന് കയറി അങ്ങ് പോകാം. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ റോട്ടിൽ കൂടെ നടക്കുക. കഴിഞ്ഞ ദിവസം വന്ന സ്ഥലമേ അല്ല, ഇത്രയും തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവേ. ഞങ്ങൾ ഷർട്ട് വേറെ മേടിച്ചിട്ടോ. അവൻ്റെ ഷർട്ട് നോക്കിയിട്ട് ഷർട്ട് കിട്ടിയില്ല. അതായത് മേടിച്ച് എവിടെ നിന്നൊന്നും അവരോട് ചോദിച്ചിട്ട് അറിയില്ല കേട്ടോ. എന്തൊരു മുട്ട പറഞ്ഞു ഉഴുതട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല വിശപ്പിലിരുന്നപ്പോൾ കടയിൽ കയറി അവന് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചേക്കാന്ന് വിചാരിച്ച് കടയിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എങ്കിലും കഴിച്ചിട്ട് തിരിച്ച് ബസ്സിൽ കയറി. ഞങ്ങൾ അടുത്ത ബസ്സിന് കയറി. നമ്മളങ്ങനെ വയറ്റിൽ ഹബ്ബിലെത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തോടാ ഇല്ല. ഫോർട്ട് കൊച്ചി പോകുന്ന പറ്റിച്ചോട്ടോ. ഫോർട്ട് കൊച്ചിക്ക് ഞാൻ പോയത്. പിന്നെ അരൂർ പാലം കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജില്ലയിലേക്ക് കിടക്കുകയാണ്. എറണാകുളത്തിൻ്റെ ആലപ്പുഴയുടെ ഒരു ബോർഡറായിട്ട് വരും കേട്ടോ അരൂർ. അങ്ങനെ നമ്മളിനി പാലത്തിലേക്ക് കിടക്കുകയാണ്. ഈ പാലത്തിൻ്റെ ഇവിടെ താഴെ വന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തിരിച്ചു പോയത്. അതിൽ പോകാൻ വേറെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. അതിനി പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. നല്ല ക്ഷീണമുണ്ട്, നല്ല വെയിലല്ലായിരുന്നു, അതിൻ്റേതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് പഴംപൊരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. അപ്പോൾ എന്തായാലും വേഗം വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് കുറച്ച് നല്ല അടിപൊളി നാടൻ വാഴപ്പഴം കിട്ടിയത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളിത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. വേറൊന്നുമല്ല, എന്താണ്? രതീഷ്. അതെ, രതീഷിനെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി രതീഷിനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ 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 പറയടാ. ഓക്കെ അപ്പൊ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കിലോ മൈദയാണ്. കുറച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ഗോതമ്പ് പൊടിയും കൂടെ ഇടാം. ആദ്യം ഒരു പൊടി മേത്തേക്ക് ചേടിട്ടോ. അപ്പൊ ഒരു പാത്രം എടുത്ത് നമുക്ക് ഇത് ആദ്യം ഇടാട്ടോ. നമ്മളിത് മൈദപ്പൊടി 1/4 കിലോ ഇടാൻ പോവാണേ. മൈദപ്പൊടി ഇട്ടു. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ചിട്ടാലേ, അപ്പൊ ഇത്രയും മതി. കുറച്ച് മഞ്ഞപ്പൊടി ഇടാവേ, കളർ വെക്ക. മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ വേണ്ടത് കുറച്ച് എള്ളാണ്. എള്ള് മധുരമുണ്ടോ? എള്ളിനോ? ഇല്ല, കടുക് പോലെ. എള്ളിട്ടു. കുറച്ച് പഞ്ചസാരയും കൂടി ഇടാവേ. ഇത്രയും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഇട്ടേക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് തുള്ളി ഉപ്പും കൂടി ഇടാവേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അப்புறம் ആന്റിയും കുഞ്ഞേച്ചിയും കൂടെ വർത്താനം പറയുന്ന സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ടാവും. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെള്ളം വേണ്ട കേട്ടോ.
നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ കൈ കൊണ്ട് ഇളക്കാം. ഓക്കെ, നല്ലപോലെ കൈ കൊണ്ട് ഇളക്കാം. ഞാനൊന്ന് കൈ കഴുകട്ടെ. നല്ലപോലെ ഇങ്ങനെ ഇളക്കാം. ഇച്ചിരി അവിടെ വെള്ളം മതിയേ. ഓക്കെ, അടിപൊളി ഒരു ഇതിൽ മതിയേ. കണ്ടോ, സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മുക്കി നമ്മുടെ പഴം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സെറ്റായിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് വെക്കാം. എന്നിട്ട് പഴമൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. നമുക്ക് പഴം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതിന് നമുക്ക് പഴം കണ്ടിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണേ. നമുക്ക് ചെറുതാക്കി എടുക്കാം. 4 ആക്കി എടുക്കാം ഒരു പഴം. രണ്ടാക്കി എടുക്കാം, 1 ആക്കി എടുക്കാം, എങ്ങനെ വേണേലും എടുക്കാം. നമ്മളിപ്പോൾ 2 ആക്കി ഇങ്ങനെ നമുക്ക് വേഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴവും ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതുണ്ട. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഫാനാണെങ്കിൽ വെക്കാൻ പോവാണേ. പാൻ വെച്ചു. വെള്ളം പറ്റുമ്പോൾ നമ്മളിതിന് സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്, സൺറിച്ചിൻ്റെ. അപ്പോൾ ഇതൊന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണേ. ഒത്തിരി വേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇത് മതിയേ. ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ എണ്ണ ഒരുവിധം ഇത് തിളച്ച് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് പഴം ഇതിൽ മുക്കി എൻ്റെ അകത്തേക്ക് ഇടാം. ഇങ്ങനെ മുക്കുക. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇടുക. കുറച്ച് വെക്കാതെ ഒന്നാം തരം വെക്കട്ടെ. ഇങ്ങനെ ഇടുക. കൂട്ടാം. അതെ, ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഞാൻ ഓക്കെ ആയിട്ട് വരട്ടെ കേട്ടോ. പഴംപൊരി എണ്ണക്കിടന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ടേ. ആവട്ടെ നന്നായിട്ട്. അപ്പം നമ്മൾ വാവ ഉണ്ടാക്കിയ പഴംപൊരി ആയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പഴംപൊരിയും പാൽ ചായയും. അപ്പം കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് എടുത്താട്ടോ. കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല പഴംപൊരി ആയിരുന്നു കേട്ടോ. എന്തൊക്കെ വാവ? എള്ള്, മൈദ, ഇച്ചിരി ഗോതമ്പ്, പഞ്ചസാര, കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, അങ്ങനെ എല്ലാ സാധനവും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയതാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇനി ഓരോന്നും കൂടെ ആദ്യം എബനൈസറും കൂടെ എടുക്കുന്ന. എന്നാ കൊച്ചേ എബനൈസറെ ഇതാ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.